ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാത്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഓഫ് ദി എക്കോണമി ഈസ് ദ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് ഓഫ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ടായിരുന്നു സ്റ്റേറ്റ് ഓഫ് ദി എക്കോണമി? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ടായിരുന്നു സ്റ്റേറ്റ് ഓഫ് ദി എക്കണോമി. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ അഡ്വൈസറി കമ്മിറ്റി ഓൺ ലിവറേജിംഗ് റെഗുലേറ്ററി ആൻഡ് ടെക്നോളജി സൊല്യൂഷൻസ്? ഈ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സെബി. സെബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ലിവറേജിംഗ് റെഗുലേറ്ററി ആൻഡ് ടെക്നോളജി സൊല്യൂഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഓഫ് അഡ്വാൻസ് വിർച്വൽ എക്സ്പീരിയൻസ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്? ഏത് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ വേൾഡ് ഓഫ് അഡ്വാൻസ് വിർച്വൽ എക്സ്പീരിയൻസ് അഥവാ വേവ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിൻ്റെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു വേൾഡ് ഓഫ് അഡ്വാൻസ് വിർച്വൽ എക്സ്പീരിയൻസ് അഥവാ വേവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ക്രോസ് $100 ബില്യൺ ആനുവൽ റവന്യൂ? $100 ബില്യൺ ആനുവൽ റവന്യൂ ക്രോസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇത്തരത്തിൽ $100 ബില്യൺ ആനുവൽ റവന്യൂ ആദ്യമായി ക്രോസ് ചെയ്ത ഇന്ത്യൻ കമ്പനി. Next question, special drawing rights which is sometimes seen in the news is associated with which institution? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പദമാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when was the Insolvency and Bankruptcy Board of India set up in India? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത വർഷം? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2016 ഇത്തരത്തിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർബിഞ്ചർ 2021 ഈസ് ദ ഗ്ലോബൽ ഹാക്കത്തൺ ഓർഗനൈസ്ഡ് ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹാർബിഞ്ചർ 2021 എന്നുള്ള രീതിയിൽ ഗ്ലോബൽ ഹാക്കത്തൺ ഓർഗനൈസ് ചെയ്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, RBI ആണ് ഇത്തരത്തിലൊരു ഗ്ലോബൽ ഹാക്കത്തൺ 2021 ഓർഗനൈസ് ചെയ്തത്, ഹാർബിഞ്ചർ 2021. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NPCI ഇന്റർനാഷണൽ ഹാസ് സൈൻഡ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് എ കമ്പനി ഓഫ് വിച്ച് വെസ്റ്റേൺ കൺട്രി ടു എക്സ്പാൻഡ് റുപേ കാർഡ് ആൻഡ് യുപേ? യുപേയും റുപേ കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ സൈൻ ചെയ്തത് ഏത് രാജ്യവുമായിട്ടാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ്. ഫ്രാൻസുമായിട്ടാണ് ഇത്തരത്തിൽ റുപേ കാർഡും UPI എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി NPCI മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂ ബോഡി ഹാസ് ബീൻ അപ്രൂവ്ഡ് ടു റീപ്ലേസ് ദ ബാങ്ക്സ് ബോർഡ് ബ്യൂറോ? ബാങ്ക്സ് ബോർഡ് ബ്യൂറോയ്ക്ക് പകരമായിട്ട് പുതിയതായിട്ട് നിലവിൽ വന്ന സ്ഥാപനം? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിനാൻഷ്യൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ആണ് ഇത്തരത്തിൽ ബാങ്ക്സ് ബോർഡ് ബ്യൂറോയ്ക്ക് പകരമായിട്ട് അപ്രൂവഡ് ആയിട്ടിരിക്കുന്ന പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് ഹാസ് പാർട്ട്നേർഡ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഹരിയാന ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊബൈൽ ഫോൺസ് ത്രൂ eUPI? eUPI വഴി മൊബൈൽ ഫോൺ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാങ്ക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ ബാങ്ക് ആണ് ഇത്തരത്തിൽ ഹരിയാന സർക്കാരുമായിട്ട് പാർട്ണർഷിപ്പിൽ eUPI വഴി മൊബൈൽ ഫോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ധാരണയായിരിക്കുന്ന ബാങ്ക്. അത് ഇന്ത്യൻ ബാങ്കാണ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.